അത് അവിടെ എന്ത് ഡീല് ആര് തമ്മിലുണ്ടാക്കിയാലും ജനങ്ങൾ യു ഡി എഫുമായിട്ടാണ് പാലക്കാട് ഡീല്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞതാണ്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി അവിടെ ജയിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിനകത്ത് പിഷാരടി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരു സിനിമാക്കാരൻ കലാകാരൻ എന്നുള്ള രീതിയിൽ ജയിച്ചു വന്നു എന്ന് കേൾക്കുന്നതിനേക്കാളും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകനായ കോൺഗ്രസ്സിന് ഒരു ഭരണ സംവിധാനങ്ങളുടെ പിന്തുണ ഇല്ലാതിരുന്ന കാലത്ത് ജീവിക്കുന്ന മുനിസിപ്പാലിറ്റിയിലോ സംസ്ഥാനത്തോ രാജ്യത്തോ ഒന്നും ഭരണമില്ലാത്ത കാലത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം വർഗീയതക്കും വിദ്വേഷത്തിനും ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കുമെതിരെ രാജ്യം ഒരുമിക്കാൻ നടത്തിയ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം വന്ന ഒരാളാണ് പിഷാരടി. ആ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ വിജയിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹമോടെ പ്രകടിപ്പിച്ചത്. എന്ന് മാത്രമല്ല അവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും അത്തരം ഡീലുകളൊന്നും അതാത് പാർട്ടികളുടെ പ്രവർത്തകർ പോലും ഏറ്റെടുക്കില്ല. ജനങ്ങളുമായിട്ടുള്ള ഡീല് UDF ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ജയിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് പോരെ, മറ്റൊന്നും ജനങ്ങളോട് ഇവർക്ക് പറയാനില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ. ഈ വിഭാഗീയതയും തമ്മിലടിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളല്ലാതെ ജനങ്ങളോട് വേറെ എന്തെങ്കിലും പറയാനുള്ള ഒരു മുന്നണിയോ പാർട്ടിയോ നേതാക്കന്മാരോ ആണോ അവർ? എന്തൊരു പ്രസ്താവനയാണ്. ഒരു പുതുമുഖ സ്ഥാനാർത്ഥി താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം നടന്നു വന്ന് MSFന്റെ ഹരിതയുടെ യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, കോർപ്പറേഷൻ കൗൺസിലറായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ വിളിച്ചു പറയാൻ അവർ ഗതികേടാണത്. CPIMന്റെ LDFന്റെയും ഗതികേടാണ് ഇങ്ങനെ വിഭാഗീയ അജണ്ടകളും വെച്ചിട്ട് രംഗത്തിറങ്ങുന്നത്. അതൊക്കെ പേരാമ്പ്രയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ തള്ളിക്കളയും. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഉറപ്പാണ്, മറ്റൊന്നും പറയാനില്ലാത്തവരുടെ വിലാപമാണ്.